എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഈ മാസം 21-ാം തീയതി നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി കറണ്ട് അഫെയർ ഭാഗത്ത് നിന്നുള്ള ഒരു ഫൈനൽ ടച്ച്, അതായത് നമ്മുടെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ 1ാമത്തെ ക്ലാസ്സാണെന്ന് കറണ്ട് അഫെയറിൻ്റെ. ഇത് അതായത് ഈ മാസം 20-ാം തീയതി വരെ ഇതിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണം. ക്ലാസ്സുകൾ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കുട്ടികളെല്ലാവരും വന്നോളൂ. വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്. വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2005 മെയ് 2-നാണ് അല്ലേ. വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2005 മെയ് 2-ന്. കരസേനയുടെ ഭാഗമായ അസം റൈഫിൾസിലെ ആദ്യ വനിതാ ഡോഗ് ഹാൻഡലറാകുന്ന മലയാളിയാണ് PV ശ്രീലക്ഷ്മി. കരസേനയുടെ ഭാഗമായ അസം റൈഫിൾസിലെ ആദ്യ വനിതാ ഡോഗ് ഹാൻഡലറാകുന്ന മലയാളിയാണ് PV ശ്രീലക്ഷ്മി. സ്വദേശി ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. സ്വദേശി ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം ആലപ്പുഴ. കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകം മന്യമായിരുന്നവരെ കൈപ്പിടിച്ചുയർത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി. കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകം അന്യമായിരുന്നവരെ കൈപ്പിടിച്ചുയർത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്തുന്ന നീക്കത്തിന് ആദ്യം അനുകൂലിച്ച രാജ്യം ഇന്ത്യയാണ്. മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്തുന്ന നീക്കത്തിന് ആദ്യമായിട്ട് അനുകൂലിച്ചത് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ കടൽപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ കടൽപ്പാലം. പാമ്പൻ കടൽപ്പാലം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത് 2025 ഏപ്രിൽ 6-നാണ് പാമ്പൻ കടൽപ്പാലം രാജ്യത്തിന് സമർപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 ഏപ്രിലിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക അഭ്യാസം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 ഏപ്രിലിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക അഭ്യാസമാണ് എക്സസൈസ് ആക്രമൺ. ആയുഷ് ഭാരത് ദിവസ് ഏപ്രിൽ 30. ആയുഷ് ഭാരത് ദിവസ് ഏപ്രിൽ 30. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് യു. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതത്തിലെ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതത്തിലെ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 2025 ഭൗമദിന പ്രമേയമാണ് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. 2025 ഏപ്രിലിൽ അന്തരിച്ച 266ാമത് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ്. 2025 ഏപ്രിലിൽ അന്തരിച്ച 266ാമത് മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്
ഹോപ്പ്. ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരി. ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരി ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി. യുനെസ്കോയുടെ 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. യുനെസ്കോയുടെ 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെ. ഏത് രാജ്യത്ത് നിന്നാണ് 2 ഘട്ടങ്ങളിലായി 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ് 2 ഘട്ടങ്ങളിലായി 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ എവിടുന്നാണ്? ബോട്സ്വാന. എവിടുന്നാണ്? ബോട്സ്വാനയിൽ നിന്നാണ് 2 ഘട്ടങ്ങളിലായിട്ട് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എവിടുന്നാണ് എന്ന് ചോദിച്ചാൽ അത് ബോട്സ്വാന. നെക്സ്റ്റ് വരുന്നതാണ് 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി ബീഹാർ. 2025 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി ബീഹാർ ആണെങ്കിലും ജേതാക്കൾ മഹാരാഷ്ട്രയാണ് കേട്ടോ. ജേതാക്കൾ മഹാരാഷ്ട്ര. 2027 ഫിഫ വനിതാ വേൾഡ് ഗെയിംസ് വേദി ബ്രസീൽ. 2027 ഫിഫ വനിതാ വേൾഡ് ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് ബ്രസീൽ. 2025 ONV സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. UPSCയുടെ പുതിയ ചെയർമാൻ അജയ് കുമാർ. UPSCയുടെ പുതിയ ചെയർമാൻ അജയ് കുമാർ. സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ. സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1930. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദി കസാൻ. റഷ്യയിലെ കസാനാണ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദി ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടൺ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടൺ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് എന്ന് ചോദിച്ചാൽ 6 മണിക്കൂർ 62 മിനിറ്റ്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വനിതയാണ് സുനിത വില്യംസ്. 6 മണിക്കൂർ 62 മിനിറ്റ്. സുനിത വില്യംസ് തിരിച്ച് ഭൂമിയിലെത്തിയത് 2025 മാർച്ച് 18-നാണ്. സുനിത വില്യംസ് തിരിച്ച് ഭൂമിയിലെത്തിയത് 2025 മാർച്ച് 18. ISROയുടെ 100ാമത് ദൗത്യം. ISROയുടെ 100ാമത് ദൗത്യം NVSO2. NVSO2 ആണ് ISROയുടെ 100ാമത് ദൗത്യം. ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV F-15 ആണ്. GSLV F-15 ആണ് ISROയുടെ 100ാമത്തെ ദൗത്യമായ NVSO2വിൻ്റെ വിക്ഷേപണ വാഹനം. രാജ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം. രാജ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം. ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ നമ്മൾ നേരത്തെ പഠിച്ചു, ഹോപ്പാണ്. ഇനി ഫ്രാൻസിസ് മാർപാപ്പയുടെ യഥാർത്ഥ പേര് കർദിനാൾ മറിയോ ബർഗോളിയോ. കർദിനാൾ മറിയോ ബർഗോളിയോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. എന്താണ് ഗൗരവ്? ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274 ആണ്. നിയമസഭയിൽ അന്യഭാഷയല്ല ആംഗ്യഭാഷയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം
പഞ്ചാബാണ്. നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. 2025 അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ ആണ്. 2025 അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒന്നാമതെത്തിയത് നോർവേ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്ക. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. 2025 ഫെബ്രുവരി അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ കറണ്ട് അഫെയർ ഉണ്ടായിരിക്കും. എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നന്ദി.